നമസ്കാരം. ടെക് യാത്രയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെ എൽ ബ്രോ ബിജു ഋത്തിക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 5 കോടി എത്തി നിൽക്കുന്ന ഏറ്റവും വലിയൊരു ചാനലാണ് ഋത്തിക്. അതിൻ്റെ ചാനലിൻ്റെ ഇപ്പോൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5.42 കോറ് ആണ് ഇപ്പോൾ അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. പക്ഷേ ആ ചാനൽ വല്ലാത്തൊരു ഗ്രോത്ത് അവരുടെ വീഡിയോയ്ക്കില്ല. കാരണം ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വ്യൂ. ചില വീഡിയോസിനൊക്കെ ഒരു എന്നാ പറയണ്ടേ, ഏകദേശം ഷോർട്സിനൊക്കെ ഏകദേശം 18 ലക്ഷവും 19 ലക്ഷമൊക്കെ 49 ലക്ഷമൊക്കെ വന്ന വീഡിയോസുണ്ട്. ഷോർട്സാണ് അവരുടെ ഏറ്റവും കൂടുതൽ ക്ലിക്കായിട്ടുള്ളത്. ഇത്രയും ഒരു സബ്സ്ക്രിപ്ഷനിലേക്ക് എത്താം. പക്ഷേ ശരിക്കും അവരുടെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് 1.9 ആണ് അവർക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും മാക്സിമം. അതിന് മുമ്പിട്ടേക്കുന്ന 1 ലക്ഷം, പിന്നെ 2 പക്ഷേ ഒരു 5 കോടിയുടെ ഒരു സബ്സ്ക്രൈബർ കൗണ്ടുള്ള ഒരു ചാനലിൽ വളരെയധികം വ്യൂ കുറവാണ്. അത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തേക്കുന്ന പോലെ ബിജു ബ്രോയുടെ ചാനൽ ഒരു തകർച്ചയുടെ പാതയിൽ, അത് ഞാൻ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് കിട്ടേണ്ട 5 കോടി സബ്സ്ക്രൈബറുള്ള ഒരാൾക്ക് കിട്ടേണ്ട അത്രയും എന്നാ പറയണ്ടേ ഒരു കൗണ്ട് ഇതിൻ്റെ മറ്റു വീഡിയോകളിൽ കാണുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും കൗണ്ട് കുറയുമ്പോൾ കുഴപ്പമില്ല, വരുമാനത്തിൽ അത്രയും കുറവുണ്ടായിരിക്കാനാണ് സാധ്യത. കാരണം അത്രയും വ്യൂ അല്ല കിട്ടുന്നത്. ചില വീഡിയോയ്ക്ക് 1.5 ലക്ഷവും ചിലതിനൊക്കെ 1 ലക്ഷമൊക്കെയാണ് വ്യൂ കിട്ടിയേക്കുന്നത്. ചിലതിന് 3.6 ഉള്ള സമയങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ആദ്യം മുതലേ ഇവരുടെ വീഡിയോ കാണുന്നതായിരുന്നു. പക്ഷെ ഒരു സാധാരണ നാടൻ രീതിയിലുള്ള വ്ളോഗ്സാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടൻ രീതിയിലുള്ള വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയായിരിക്കും. അവർ തനി നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആളുകൾ, കണ്ണൂർ ജില്ലയിൽ നാട്ടിൻപുറത്ത് താമസിക്കുന്നത്, ഒരു സ്ഥലത്ത് നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ഒരു സാധാരണക്കാരനായ ഡ്രൈവറാണ് അല്ലേ. ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഞാൻ ആ വീഡിയോ താഴെ കൊടുക്കാം. പുള്ളി ബസ് ഓടിക്കുന്നതൊക്കെ ഫസ്റ്റ് അവരുടെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ബസ് ഓടിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ തനി സാധാരണക്കാരനായ ഒരാളാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഹിറ്റായത്, ഇവരെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. റഷീദ് എന്ന് പറഞ്ഞൊരു സഹോദരൻ, അവിടെ അടുത്ത് അവരുടെ സുഹൃത്തുക്കളിൽ ഒരാളുണ്ട്. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ വീഡിയോസിന് ആദ്യ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴുണ്ടോയെന്നറിയില്ല, ആദ്യ കാലഘട്ടത്തിൽ അവരുടെ വീഡിയോസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഇവർ രണ്ടും കൂടിയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് നടക്കുന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്ന വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ആ ഓൾ ഇന്ത്യ ട്രിപ്പ് നടക്കുന്ന സമയത്ത് ഇവർക്ക് ഒട്ടും റീച്ചില്ല. കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതുള്ളൂ. അപ്പോൾ അത് കയറി വരാൻ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ അവർ മേഘാലയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഈബുൾജെറ്റിനെ കാണും. അപ്പോൾ ഈബുൾജെറ്റ് നല്ല ഗ്രോത്തിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. ആ സമയത്ത് ഈബുൾജെറ്റിനെ കണ്ട വീഡിയോ നിങ്ങളെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈബുൾജെറ്റിനെ അവർ കണ്ടുമുട്ടുകയാണ്. ഇതിൽ പരസ്യം വരുന്നതുകൊണ്ട് ഇതാണ് നോക്കട്ടെ. റഷീദ് ബ്രോയും പുള്ളിയും കൂടെ ഉള്ള ഈക്കോ എന്ന് പറഞ്ഞൊരു വണ്ടി എടുത്തിട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. അങ്ങനെയാണ് അവർ മേഘാലയ, അതുപോലെ മിസോറാം തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഡാർജിലിങ്, അവർ അവസാനമായിട്ട് ഇവരെ കണ്ടുമുട്ടുന്ന ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബുൾജെറ്റിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ ബുൾജെറ്റുമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മൾ വിചാരിക്കുന്നില്ല, ഒത്തിരി ഫാൻസുള്ള, ഒത്തിരി സബ്സ്ക്രൈബറുള്ള ഈ ബുൾജെറ്റുമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പം ചാനൽ കയറുമെന്ന് വിചാരിച്ച് ബിജു ഭായി അദ്ദേഹം വീണ്ടും അവിടുന്ന് ഗ്രോത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവരുമായിട്ട് കൊളാബ് വീഡിയോ ഒക്കെ ചെയ്യുന്നു. വീണ്ടും തിരിച്ച് നാട്ടിൽ വരുമ്പോഴും വീണ്ടും പുള്ളി ഒത്തിരി വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ബുൾജെറ്റ് തന്നെ താമസിക്കുന്നത് ഇത്രയും വലിയ വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത്. അപ്പോൾ ഈ ബുൾജെറ്റിൻ്റെ വീട്ടിലൊക്കെ പോവുകയും പഴയ വീട്ടിലൊക്കെ പോയി അല്ലേ, നമ്മൾ തനി നാട്ടിൻ പുറത്തുള്ള ഈ ബുൾജെറ്റിൻ്റെ പഴയ വീടൊക്കെ ഒരുപാട് ഈ ബുൾജെറ്റിൻ്റെ വീഡിയോ കോളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സ്ഥലത്ത് പോവുകയും ആ വീട്ടിൽ ചെല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും അവർക്ക് ഒരു വലിയ ഗ്രോത്ത് ഒന്നും യൂട്യൂബിൽ അന്നേരം ഒന്നും കിട്ടിയില്ല. പിന്നീട് അവർ ചെയ്ത മാർഗം എന്ന് പറഞ്ഞാൽ, പെട്ടെന്നാണ് കൊറോണ വരുന്നത് അല്ലേ. നമ്മളൊക്കെ എല്ലാവർക്കും 2019-20 കൊറോണ വന്ന് എല്ലാവരും സൈഡായി, പുള്ളിയുടെ പണിയും പോയി. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ബിജുഭായ് ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ നമുക്ക് ഷോർട്സ്, പുള്ളിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര
സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നാടകത്തോടും അങ്ങനെ പറയേണ്ട അഭിനയത്തോടും ഒക്കെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ഷോർട്സിൻ്റെ ഐഡിയ ഒക്കെ എഴുതി, നാടകമൊക്കെ എഴുതി. അപ്പോൾ അതൊക്കെ എഴുതി പുള്ളിയെ സെറ്റാക്കിയിട്ട് ഭാര്യയും പുള്ളിയും അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാം കൂടി അതാണ് പുള്ളിയുടെ ഒരു ടേണിംഗ് പോയിൻ്റായി. യൂട്യൂബിൽ പുതിയതായിട്ട് വന്ന ഷോർട്സ് അവർക്ക് ഒരുപാടുപെട്ടു. നിങ്ങളോടായാലും കണ്ടുകൊണ്ടിരിക്കുന്നവരായാലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂട്യൂബിൽ വിജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏക മാർഗം എന്ന് പറഞ്ഞാൽ ഷോർട്സുകൾ ചെയ്യുക. അങ്ങനെ ബിജുഭായ് ചെയ്ത മാർഗമാണ് ചെയ്തത്. അവർ ഒരു ഗ്രൂപ്പുകൾ, അവർ ബന്ധുക്കളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്നത്, പുള്ളിയുടെ പെങ്ങന്മാരുടെ മക്കളും അമ്മയും അവരച്ഛമ്മയുണ്ട്. അവർ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സംസാര രീതി ആ ചാനലിനെ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് ഒത്തിരി കയറ്റിക്കൊണ്ട് വന്നു. ഭാര്യയായാലും ഭർത്താവായാലും ഋതിക്കായാലും അവരുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കര, ബിജുഭായി ആയാലും അവരുടെ കെമിസ്ട്രി ഭയങ്കര. അതുപോലെ തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ കർണാടകത്തിൽ അവരുടെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതും വളരെ സാധാരണമായ ജീവിതങ്ങളൊക്കെ അവിടുത്തെ, ഞാനത് തുടക്കം പോലെ ഇവരുടെ വീഡിയോ കാണുന്ന ഒരു പറയാം. പക്ഷേ ഇവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ അതുപോലെ ഒരു വീഡിയോസൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്തിടുകയും, ഷോർട്സ് ഞാൻ കാണിക്കാം. അവരുടെ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, അവരുടെ വീഡിയോസിന് വലിയൊരു ഇതില്ല, ബൂസ്റ്റിംഗ് ഇല്ല. നമ്മളിപ്പോൾ പറയുമ്പോൾ നോക്കുമ്പോൾ തന്നെ 1.5-2 ലക്ഷം വ്യൂ ഒക്കെ അതിന് വരുന്നുള്ളൂ. 5 കോടിയാണ് ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയുക സബ്സ്ക്രൈബർ കൗണ്ടുള്ള ഒരു കാഴ്ചക്കാരുണ്ടെന്ന് ഷോർട്സിന് കാഴ്ചക്കാരുള്ള ഏറ്റവും വലിയൊരു വീഡിയോ ആണ് ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ അവാർഡ് വെച്ച് അവർക്ക് കൊടുത്തു. യൂട്യൂബിൻ്റെ CEO ആണോ യൂട്യൂബിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരാൾ അവർക്ക് അവിടെ വിളിച്ച്, ബോംബെയിൽ വിളിച്ച് വരുത്തിയിട്ട് വലിയൊരു അവാർഡൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് അവർക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു നീളത്തിലുള്ളത് ഞാൻ ഇതിനകത്ത് ചിത്രം കൊടുക്കാം. അത്രയുമായിട്ടുള്ളൊരു വളർച്ച യൂട്യൂബ് മേഖലയിൽ അവർക്ക് ഉണ്ടാവുകയും, പക്ഷേ അവരുടെ വ്യൂ എന്ന് പറയുന്നത് ഷോർട്സിൽ 19-20 ലക്ഷം ഉണ്ടാകും. അതുപോലെ സാധാ വീഡിയോകൾക്ക് സാധാരണ ഇത് കുറവാണ്. അപ്പം നമ്മൾ ശരിക്കും യൂട്യൂബിലൊക്കെ വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവരുടെ പാഠം ഉൾക്കൊള്ളുക. നമ്മൾ ഷോർട്സുകൾ ഉണ്ടാക്കുക. അവർ ഉണ്ടാക്കിയ ഷോർട്സുകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അഭിനയിച്ചിട്ടേക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചെയ്തേക്കുന്നത്. അവരെ നമുക്ക് ഏറ്റവും വലിയ മാതൃകയാക്കാൻ പറ്റുന്ന ഷോർട്സിലൂടെ മാത്രമാണ് നമുക്ക് ഗ്രോത്തും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ സബ്ജക്റ്റ് മറ്റുള്ളവർക്ക് എത്താൻ, ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു ബ്ലോഗ് ചെയ്യുന്നു അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു ബ്ലോഗ് ചെയ്യുന്നു, അത് ക്ലിക്കാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആദ്യം ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഷോർട്സിലൂടെയാണ്. അപ്പോൾ അത്ര നല്ലൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഇടപെടലും അവരുടെ ആ അമ്മയുടെയും മക്കളുടെയും ഒരു കെമിസ്ട്രി ഭയങ്കര, അല്ലേ, കെമിസ്ട്രി എന്നുള്ളതിന് പറയാം. അത്രയും നല്ല രീതിയിൽ അവർ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്, അതാണ് അവരുടെ വിജയം. പക്ഷേ ഈ ബുൾജെറ്റിൻ്റെ ഇതിൽ അവർ ചെയ്തിട്ട് വലിയൊരു റീച്ചൊന്നും അവർക്ക് കിട്ടിയില്ല. ഇതിലൂടെയാണ് അവർക്ക്, ഈ ഷോർട്സിലൂടെയാണ് ഒരുപാട് വ്യൂ കിട്ടിയത്. അപ്പം ഇനിയും ആ ചാനൽ മുന്നോട്ട് ആശംസിക്കുകയാണ്. നല്ല ഒരു ഗ്രോത്തും, ഇനി അവർക്കൊരു വലിയ ഗ്രോത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും മറ്റ് വീഡിയോസിനൊക്കെ ഒത്തിരി വ്യൂ കിട്ടട്ടെ. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവർ നല്ല രീതിയിൽ ഒന്നും കൂടെ കുറച്ചും കൂടെ റീച്ച് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു ബ്ലോഗുമായിട്ട് ഇനി അടുത്ത തവണ വരാം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന റോസ്റ്റിംഗ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല പ്ലസ് പോയിൻ്റ് കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. ഇവരുടെ പ്ലസ്സും മൈനസും, ഇവരുടെ മൈനസ് ഞാൻ പറഞ്ഞത് ഇതിൽ വ്യൂ കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ കണ്ടൻറ്റുകളെല്ലാം നല്ല രസം, നമ്മൾ കണ്ടിരുന്നു പോകും. കുറേ നേരം ഇവരുടെ കണ്ടൻറ്റ് നമ്മൾ ഇവരുടെ എപ്പിസോഡ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ, ഇവരുടെ സാധാ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മളിരുന്ന് കാണാൻ പറ്റുന്ന അത്രയും സെറ്റപ്പുള്ള സംഭവങ്ങൾ അവരുടേത്. അപ്പോൾ ഇനിയും ഉയർച്ചയിലേക്ക് ഈ ചാനൽ ഇനി ഉയരാനുള്ള അവാർഡുകൾ വേറെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏറ്റവും വലിയ അവാർഡുകൾ അവർ വാങ്ങുന്നത്, ഒത്തിരി അംഗീകാരങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇനി അവരുടെ സാധാ വീഡിയോകൾക്കൊക്കെ നല്ല റീച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ.